നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, അതായത് അഗ്നി 5ന്റെ പരീക്ഷണം വിജയകരമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് ICBMകളിൽ ഏറ്റവും ശ്രദ്ധയാകാൻ പോകുന്ന ഒരു സംഭവമായിട്ടാണ് വരുന്നത്. ഇത് ഏതാണ്ട് 5000 കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് സാർ ഇതിനകത്ത് പറയുന്നത്? കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞത് മാത്രമല്ല, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അഗ്നി 5യുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനകത്ത് നയതന്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും സാർ ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നല്ല, പ്രത്യേകിച്ച് ചൈനയുമായിട്ട് കുറച്ചുകൂടി സൗഹൃദപരമായിട്ട് പോകാൻ പോകുന്നുവെന്ന ചർച്ചകൾക്കിടയിലാണ് അഗ്നി 5ന്റെ പരീക്ഷണ വിജയം വന്നിരിക്കുന്നത്. എന്താണ് സാർ തോന്നുന്നത്? ശരത്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ റെലവൻ്റ് ആണ്. പക്ഷേ പിന്നെ നിങ്ങളുടെ ഈ സംശയങ്ങളും ഇതേ സംശയം എനിക്കും നമ്മുടെ സാധാരണ പ്രേക്ഷകർക്കും ഉണ്ടാകാം. അപ്പോൾ അത് നമ്മുടെ ഡിഫൻസ് പേഴ്സണൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മൾ ജേർണലിസം ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കത് പറയാം. നമ്മുടെ പുറത്ത് ആരും കേസെടുക്കില്ലല്ലോ. അതായത് ഈ മോഡിജിയുടെ ഓഗസ്റ്റ് 15 ഉള്ള സ്പീച്ച് ഓർക്കുന്നുണ്ടല്ലോ. അതിൽ അദ്ദേഹം റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസാണ്. ഞാൻ തട്ടിക്കളയും സൂക്ഷിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അദ്ദേഹം ഇപ്രാവശ്യം നാഷണൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും അദ്ദേഹം 14 വന്നെങ്കിലും ഈ നാഷണൽ സെക്യൂരിറ്റി, നമ്മുടെ ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നോട്ട് അപ് ടു ദ മാർക്ക്, അത് പറഞ്ഞേ പറ്റുള്ളൂ. നോട്ട് അപ് ടു ദ മാർക്ക്. ചൈനയും മറ്റുള്ള രാഷ്ട്രങ്ങൾ ചെയ്യുന്നതായിട്ട് നോക്കുമ്പോൾ നമ്മളത്ര പോരാ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ എപ്പോഴും ഞാൻ പറയും, ബുദ്ധൻ്റെ അവതാരം, എല്ലാവരെയും ഭയങ്കര സ്നേഹം, പ്രത്യേകിച്ച് ശത്രുക്കളോടൊരു വാത്സല്യം, അതെല്ലാം മാറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാഷണൽ സെക്യൂരിറ്റി ഈസ് ദ പ്രൈം ഇമ്പോർട്ടൻസ്. എന്നാലേ നമ്മൾ ആളുകൾ മൈൻഡ് ചെയ്യുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തിങ്ക് ടാങ്ക്സും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. 1964 ചൈന പിന്നെ പട്ടിണിയായിരുന്നു. ഒരു പട്ടിണി മരണം കൊണ്ട് പോവർട്ടി അങ്ങ് അറ്റമായിരുന്നു. അന്നാണ് 1964 ചൈന അണുബോംബ് പൊട്ടിച്ചത്, ആറ്റം ബോംബ് പൊട്ടിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷമോ മറ്റാണ് തോന്നുന്നു, അതിന് ഉള്ളിൽ അവർ ഹൈഡ്രോജൻ ബോംബ് പൊട്ടിച്ചു. അപ്പോൾ ചൈന ടൈറ്റൻഡ് ദർ ബെൽറ്റ്, എന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ എന്താ പറ്റിയത്? നിക്സൺ സഹായഹസ്തമായിട്ട് ഹെൻറി കിസ്സിഞ്ചറും നിക്സനും സഹായഹസ്തമായിട്ട് അവിടെ ചെന്നു. കഴിഞ്ഞാൽ പവർ ഇല്ലെങ്കിൽ ഒരുത്തനും മൈൻഡ് ചെയ്യില്ല. മണി പവർ, മിലിറ്ററി പവർ പോട്ടെ, മണി പവർ കുഴപ്പമില്ല. മണി പവർ സിംഗപ്പൂരും നമ്മുടെ ഖത്തറും മണി പവറേ ഉള്ളൂ. പക്ഷെ അവർക്ക് മിലിറ്ററി പവർ ഇല്ല. മിലിറ്ററി പവർ ഉണ്ടെങ്കിൽ നമ്മളെ ഇടയിൽ പോലെ തന്നെയാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പറയുന്നത്, മിലിറ്ററി പവർ ഉണ്ടെങ്കിൽ ലോകം ശ്രദ്ധിക്കൂ. അങ്ങനെ ചൈനയെടുത്ത് അങ്ങോട്ട് പോയി. നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു അവർ തമ്മിൽ. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി, പറയണ്ടല്ലോ. അപ്പം അതേപോലെ മോഡിജി മനസ്സിലാക്കിയിരിക്കുന്നു, നമ്മൾ സ്വയം സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. നമ്മൾ സ്ട്രോങ് ആണ്, പക്ഷെ പോരെ, കുറച്ചുകൂടെയൊക്കെ വേണം. നമ്മൾ ഇന്ത്യ ചെമ്മീൻ ചാടിയ ചട്ടിയുടെ വക്കുവര് എന്ന് നമ്മുടെ USA ഞാൻ ട്രംപെന്ന് ഞാൻ പറയില്ല. USA ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചാൽ ഇന്ത്യ പേടിയില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കവരെ കുറ്റം പറയാൻ ഒക്കില്ല. അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് മോഡിജി. അതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇന്ത്യ ഒരു സാധനം വിടാൻ പോകണമെന്ന്. ഞാൻ അഗ്നി 6 എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് അഗ്നി 6 ആണ്, നോട്ട് 5 എന്ന് പറയുമെങ്കിലും അഗ്നി 5 പറയുമെങ്കിലും ഇതൊക്കെ സ്ട്രാറ്റജിക്കലി സീക്രറ്റീവ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നമുക്ക് പറയാം, നമ്മുടെ ഒഫീഷ്യൽസിന് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അത് 5,000 to 8,000 ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അല്ല, സെമി ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ആക്ച്വലി 5,000 to 8,000. പക്ഷേ അത് ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇത് 12,000 ആണോ 15,000 ആണോ? അത് വെറുതെ ആവശ്യമില്ലാതെ 12,000 15,000 എന്ന് പറഞ്ഞ് ഇനി ഇപ്പോൾ ടാരിഫ് 100% ആക്കിയല്ലോ. ഇന്റർനാഷണൽ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അല്ല, ഇത് ഒരു റൂൾസും ഇല്ല, ഒന്നുമില്ല, ഇന്റർനാഷണൽ റൂൾസ് ഒന്നുമില്ല. പിന്നെ പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നു ഇതിങ്ങനെ ഈ ഇന്ത്യ കള്ളം പറയുകയാണ്, ഇതൊന്നും അല്ല, വലിയ ശേഷിയുള്ളതാണെന്നൊക്കെ പറയും. പാകിസ്ഥാനൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞ ശരിയാണ്, പാകിസ്ഥാൻ പറഞ്ഞ ശരിയാണ്. പിന്നെ അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാര്യം ഞാൻ ഇപ്പം നമ്മുടെ ഇടയിൽ പറയില്ലേ, അണ്ണാ നിങ്ങൾ കേട്ടാ അവൻ അണ്ണനാണ് ഈ ചീത്ത വിളിച്ചത്. അപ്പം ഞാൻ പറയാം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ചീത്തയൊന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞ പോലെയാണിത്. പാകിസ്ഥാൻ പറയണ അണ്ണ ഇത് നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. ആര്? ട്രംപ് അണ്ണനെ. ഇത് US ഉദ്ദേശിച്ചുള്ളതാണ്, വേറെ ആരെ ഉദ്ദേശിച്ചല്ല. അതായത് നമ്മളെ പിന്നെ സിംഗിൾ ഔട്ട് ചെയ്ത് നമ്മളെ ഉപദ്രവിക്കുന്നു. ഇഷ്ടം പോലെ എണ്ണ വാങ്ങിക്കുന്ന ചൈനയ്ക്ക് പ്രശ്നമില്ല, മറ്റുള്ള EU അവരുടെ വലം കൈയാണ് പിന്നെ USA അവർക്ക് ഇഷ്ടം പോലെ ഗ്യാസ് വാങ്ങിക്കുന്നു റഷ്യയുടെ. നമ്മൾ വാങ്ങിച്ചുകൂടാ ഗ്യാസ്. അപ്പം നമ്മളെ സിംഗിൾ ഔട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ. അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ്, ഞാൻ ട്രംപ് എന്ന് പറയില്ല, അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അമേരിക്കയ്ക്കകത്ത് ഈ ഡീപ്പ് സ്റ്റേറ്റ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നോർത്ത് കൊറിയ, ചൈന, റഷ്യ, ഈ 3 പേരുടെ മിസൈൽ മാത്രമേ USA എത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ മിസൈൽ അഗ്നി 5 വിക്ഷേപിച്ചവർ എത്തിക്കഴിഞ്ഞു. കാര്യം ഇത് 12,000 to 15,000 ആണ്. അത് അമേരിക്കയ്ക്കും അറിയാം. പക്ഷേ ഇന്ത്യ പറയാത്തിടത്തോളം കാലം ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്ന് USA പറയാൻ പറ്റില്ല. ഇത് USA ഉദ്ദേശിച്ച് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഞങ്ങൾ നിങ്ങളുടെ മിസൈൽ പരിധിയിലാണല്ലോ, USA മിസൈൽ പരിധിയിലാണല്ലോ നമ്മൾ. അപ്പം നിങ്ങൾ ഞങ്ങളെ പരിധിയിലാക്കി ഞങ്ങൾക്ക് നിങ്ങളെ പരിധിയിലാക്കി കൂടി എന്നൊരു മറുചോദ്യം നമുക്ക് ചോദിക്കാം ന്യായമായിട്ടും. ഞങ്ങൾ അടിമരാഷ്ട്രമല്ല, വാസൽ നേഷനല്ല, വി ആർ യുവർ ട്രേഡ് പാർട്ട്ണർ അല്ല, വി ആർ യുവർ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ യു മേ നോട്ട് ലൈക്ക് അസ്, ബട്ട് സ്റ്റിൽ ഇന്ത്യ ഈസ് യുവർ ഫ്രണ്ട്. വി ഹാവ് സോ മച്ച് ബിസിനസ് ബിറ്റ്വീൻ അസ്. നിങ്ങൾ ഞങ്ങളെ പരിധിയിലാക്കും, ഞങ്ങൾ നിങ്ങളെ പരിധിയിലാക്കും. പിന്നെ അഗ്നി 5ൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മിസൈൽ അങ്ങനെ അങ്ങ് വിട്ട നേരെ അങ്ങ് ചെന്ന് അതല്ല, ഇത് ഭയങ്കര ഇംപ്ലിക്കേഷൻ, കൊണോട്ടേഷൻ, ഫോർ റീച്ചിങ് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് ഈ അഗ്നി 5. ഇത് MRV ആണ്, റീ എൻട്രി കപ്പാസിറ്റിയാണ്. മാത്രമല്ല ഇതിനകത്ത് അതിനെപ്പറ്റിയൊന്നും ഇവർ പറയുന്നില്ല, മനഃപൂർവ്വം പറയാത്താണ്. അതായത് ഒരു മിസൈൽ ഈ അഗ്നി 5 എന്ന് പറയുന്നത് ഈ ICBM വിക്ഷേപിക്കുമ്പോൾ ഇതിങ്ങനെ മുകളിൽ പോയി പിന്നെ അത് റീ എൻട്രി ആയിട്ട് വരുന്നു. റീ എൻട്രിക്ക് മുമ്പ് ഇത് മൾട്ടിപ്പിൾ പേലോഡ്സ് ആണ്. അതായത് 2 തൊട്ട് 15 വരെ. അതായത് ഇതിങ്ങനെ പോയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആരൊക്കെയാണോ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന മറ്റുള്ള നേഷൻസ്, അവർക്കെല്ലാം ഓരോന്നായിട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് പോകും. One will go to Pakistan, another will go to B, another will go to C, another will go to D. ഒറ്റ ഇതല്ലേ. അതിനെപ്പറ്റിയാണ് മിണ്ടിയിട്ടില്ല. അതാണ് സാധനം. മൾട്ടിപ്പിൾ വാർഹെഡ്സ്, ന്യൂക്ലിയർ നോട്ട് ടിഡ്ബിറ്റ്, മറ്റേ ഡർട്ടി ബാമ്പ്, ന്യൂക്ലിയർ വാർഹെഡ്സ് വെച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷണമാണത് MRV. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഉള്ളൂ MRV. വേറെ ആർക്കും ഇല്ല. ഫ്രാൻസിനില്ല, ബ്രിട്ടനില്ല, ആർക്കും ഇല്ല. ഇസ്രായേലിന് പോലും ഇല്ല. ഇസ്രായേലിന് ആവശ്യമില്ല, അത്രയും ദൂരത്തിലുള്ള എനിമി ഇല്ലല്ലോ. അപ്പം അത്ര ഇത് ദൂരവ്യാപകമായ ഇതൊക്കെ ഉള്ള
എന്നാൽ അതേസമയം നമ്മൾ പറയും ഇത് 8,000 എന്ന് പറഞ്ഞാൽ ചൈനയുടെ മറ്റേ അപ്പുറമുള്ള പിന്നെ വുഹാൻ അതുവരെ ഉള്ളൂ. അത് നേരത്തെ ഞങ്ങൾ ചെയ്തല്ലോ അപ്പം ചൈനയും ഞങ്ങളുടെ പരിധിയിലാണ് എന്ന് പറയാം നമുക്ക്. അപ്പം ഈ USA ഇനിയിപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ 12,000 15,000 പറഞ്ഞിട്ട് ഇത് ചൂണ്ടിക്കാണിച്ച് അവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റ് ഇനി നമ്മളുമായിട്ട് വലിയ സംഘർഷത്തിലേക്ക് തിരിയണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവർക്കുള്ള മെസ്സേജാണ്. ഇന്ത്യ പലപ്പോഴും ചെയ്യുന്ന പറയുമ്പോൾ അഗ്നി 5 ഇറക്കുമ്പോൾ അഗ്നി 6ന്റെ പ്രഖ്യാപനം വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് അഗ്നി 6 വരുമ്പോൾ അതിനകത്ത് ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നത്. പക്ഷേ അത് സാറിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിനകത്ത് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞ ബങ്കർ ബസ്റ്ററോ അത് അതിന് തുല്യമായിട്ടുള്ള വാഹക ശേഷിയുള്ള സാധനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ബങ്കർ ബസ്റ്റർ നമുക്കറിയാം, അതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മാരകമായ ഒരു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സംഭവം കൂടിയല്ലേ അത്? സ്ഥലത്തെ ബങ്കർ ബസ്റ്റർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേലോഡ് കൂടുമ്പോൾ പിന്നെ റേഞ്ച് കുറയും. അതിന് തുല്യമായതുമായുള്ള അല്ല, അങ്ങനെയല്ല. ഈ ബങ്കർ ബസ്റ്റർ ഭയങ്കര ഹെവിയാണ്. അത് ബോംബർ തന്നെയാണ് കൊണ്ടിടുന്നത്. ബോംബർ പ്ലെയിൻ, ഈവൻ B-52 ആണ് US അതിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏത് പ്ലെയിൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് എയർക്രാഫ്റ്റ്, റഷ്യൻ എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ IL സീരീസ്, അതുമല്ലോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹെവി ബോംബറിന് ബങ്കർ ബസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ബങ്കർ ബസ്റ്റർ സൈസ് കുറച്ച് ചെറുതാക്കി വെച്ച് അത് ഡീപ്പ് പെനട്രേറ്റിംഗ് ആണ്. അപ്പം അത് വലിയ സാധനം തന്നെ പോകണം. അത് മിസൈൽ വിടുന്നതല്ല ബങ്കർ ബസ്റ്റർ. നമുക്കിപ്പോൾ മോദി സ്വാതന്ത്ര്യദിന സന്ദേശം പറഞ്ഞ പ്രകാരം ആത്മനിർഭർ ഭാരത്, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് വാചാലനാവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഡിഫൻസിലുണ്ടാവുന്ന, സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. കോടികളുടെ കരാറുകളിൽ ഒപ്പിടുന്നു. എല്ലാം നമ്മൾ തന്നെയാണ് നിർമ്മിച്ച് അതൊരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതുവഴി സത്യം പറഞ്ഞാൽ അമേരിക്ക അടക്കമുള്ള ഒരു ആശങ്കയോടെയാണോ ഇത് നോക്കിക്കാണുന്നത്? ഈ USA ആശങ്കയോടെ നോക്കിക്കാണുന്ന നമ്മൾ ആത്മനിർഭർ വിഷയം കൊണ്ട് മാത്രമല്ല. USA ട്രംപിൻ്റെ പരിപാടികൾ പലതും അദ്ദേഹം ഹോംവർക്ക് ചെയ്തത് ഒന്നും നടക്കുന്നില്ല. അമേരിക്ക ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതിലൊരു പകുതി സത്യം ഉണ്ടായിരുന്നു വെച്ചാൽ അവരുടെ വെപ്പൺസ് അങ്ങനെ ഒരു പോളിസി ഇല്ല. ഈ ഉണ്ടാക്കാൻ പറ്റില്ല അതാത് രാജ്യത്തിന്, കൂടെ അവന്മാരും കൂടെ കയറിപ്പോകും. അപ്പോൾ ഇന്ത്യ അതിന് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കൺസേണാണ് അമേരിക്ക. ആ പോളിസി നമ്മൾ മാറുന്ന പ്രശ്നമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് മാറിയില്ലെങ്കിൽ നമുക്ക് സമയത്തിന് സാധനം കിട്ടില്ല ആവശ്യത്തിന്. നമ്മൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബോറിസ് എൽസിൻ വന്നപ്പോൾ ഈ റഷ്യ മിഗിൻ്റെ ഇതൊന്നും തരാൻ വിസമ്മതിച്ചു. ഇപ്പോൾ ഈവൻ ലേറ്റസ്റ്റ് ഇപ്പോഴും നമ്മുടെ എന്തോ സ്പെയർ പാർട്സ് റഷ്യയിൽ എന്ന് പറഞ്ഞാൽ അവർ തരാത്തതല്ല, അവർക്ക് അവിടെ ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് തരാൻ പറ്റില്ല എന്നുള്ള ഇന്നബിലിറ്റി അവർ എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മോഡിജിയുടെ ടീമും ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുക. എന്ത് സാധനം നിങ്ങൾ തന്നാലും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും. അതിപ്പോൾ ഫ്രാൻസ് സമ്മതിച്ചല്ലോ. അതിനാണ് തേജസിൽ മറ്റേ ഇത് വരുന്നത്, സഫ്രാൻ എൻജിൻ വരെയാണ്. അപ്പം അത് പ്രശ്നമല്ല. ഇന്ത്യക്ക് അതാണ് നല്ലത് എപ്പോഴും. ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം, അതായത് നേരത്തെ പറയുന്നത് തന്നെ അഗ്നി 5 അടക്കമുള്ള ഇത് പുറത്തിറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും? ആരൊക്കെ ആയിരിക്കും കരുതിയിരിക്കുന്നത്? പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നറിയാം, എന്നാൽ പോലും ഇത് ഏതൊക്കെ രീതിയിലായിരിക്കും മറ്റ് രാജ്യങ്ങളെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പാകിസ്ഥാൻ പൃഥ്വി മിസൈലിന് തീരുന്നതേ ഉള്ളൂ, അല്ല അഗ്നി 1 തീരുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ്റെ റേഞ്ച്. ചൈന ഉണ്ട്, ICBM വേണമെന്നില്ല, അഗ്നി 4 മതി, അഗ്നി 5 മതി. പോയിട്ടതല്ല 8,000 വരെയുള്ള. ഈ 8,000 മുകളിലുള്ള സാധനം ഉദ്ദേശിച്ചത് അസർബൈജാൻ ഇല്ല, 12,000 ഇല്ല, വളരെ അടുത്താണ്. 8,000 ടർക്കി 8,000 വരുള്ളൂ. ടർക്കി വല്ലാത്ത ഒരു ഡിഫിക്കൽട്ട് കസ്റ്റമറാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, പണ്ട് ഇന്ത്യ ആക്രമിച്ച് നിലംപരിശാക്കുന്ന സാധനങ്ങളാണ്. ഇവിടുത്തെ മുഗൾ എല്ലാം ടർക്കാണല്ലോ, അതൊക്കെ ടർക്ക് വംശമല്ലേ. അപ്പോൾ അവന്മാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് നിങ്ങളെ കൾച്ചർ പഠിപ്പിച്ചെന്നൊക്കെയാണ് അവന്മാർ പറയുന്നത്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട്
കൺട്രിയാണ്. ഞാൻ പറയുന്ന നാസ്റ്റി കൺട്രിയാണ് ഈ ടർക്കി. ഒന്ന് ടർക്കി, പിന്നെയുള്ള നമുക്കുള്ള ഒരു അഡ്വൈസറി ഇത് തന്നെയാണ്. USA എപ്പോഴും നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ, പിന്നെ USA എന്ന് വരേണ്ട കാര്യമില്ല. അവർക്കിവിടെ ബേസ് ഉണ്ട്, 800 ബേസസ് ലോകത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ബേസിലോട്ടും USA ഏത് ബേസിൽ നിന്ന് വന്നാലും നമുക്ക് റിട്ടോർട്ട് ചെയ്യാം. ഈവൻ US മെയിൻലാൻഡിനെയും വേണമെങ്കിൽ റിട്ടോർട്ട് ചെയ്യാം. അതും നമ്മുടെ റഡാറിന് കീഴിൽ വരും. റഷ്യ ഇവിടെ അടുത്താണ്. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. റഷ്യ ഇസ്രായേലും എന്നായിട്ട് നമുക്കൊരു അടുത്ത ഒരു 50 വർഷത്തേക്ക് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വിഷയം വരില്ല. മാത്രമല്ല നമുക്ക് അവരുടെ ലാൻഡ് വേണ്ട. നമുക്ക് ലാൻഡ് വേണ്ടത് ഈ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയമേ ഉള്ളൂ. റഷ്യയായിട്ട് നമുക്ക് അഥവാ ബന്ധം വഷളായാലും നമുക്ക് ലാൻഡ് ഗ്രാബിങ് പരിപാടി നമ്മുടെ ഭാരതത്തിന് അടുത്ത 50 വർഷത്തേക്ക് കാണാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് റഷ്യ വരുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ തന്നെ. ടർക്കി, ഈവൻ നമുക്ക് അസർബൈജാനെ പെടുത്താം. അസർബൈജാൻ അത്ര ലോങ് അല്ല. പിന്നെ US ബേസസ് ഇപ്പോൾ ഹവായി ഒക്കെ ഇതിനകത്ത് വരും. 15,000. നോർത്ത് കൊറിയ നമുക്ക് ഭീഷണി. നിങ്ങൾ ചോദിച്ചത് നന്നായി. അവിടെ ഒരു ഇത് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളത് ചോദിച്ചത് നന്നായി. നോർത്ത് കൊറിയ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങൾക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നമ്മളുമായിട്ട് പെർഫെക്റ്റ്ലി ഓക്കെ. അതാണ് ഇന്നേ വരെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ രാജ്യം നോർത്ത് കൊറിയക്കെതിരായിട്ട് കൊടുത്തിട്ടുണ്ടോ? അവന് തിരിച്ച് നോർത്ത് കൊറിയ പറഞ്ഞിട്ടുണ്ടോ? ഐ ചലഞ്ച് ചെയ്യൂ. നിങ്ങൾ നോക്കൂ, നോർത്ത് കൊറിയ ഇന്ത്യക്കെതിരായിട്ട് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ത്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഒരു വിഷയം ചുമ്മാ ആവശ്യമില്ലാതെ ഒരു ശത്രുവിനെ ഉണ്ടാക്കണമെന്ന്. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കോംപ്ലക്സ് ആണ് ഈ നമ്മുടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത്. നമുക്കൊന്നും മനസ്സിലാവില്ല. അതങ്ങനെ അയാൾ അവിടെ പോയി നിൽക്കണം, ഇവിടെ പോയി നിൽക്കണം. അസർബൈജാനായിട്ട് നമ്മൾ മുട്ട ഉടക്കണം, പക്ഷെ നമുക്ക് ഇസ്രായേലോട്ട് വിഷയമില്ല. അസർബൈജാൻ നമ്മുടെ ശത്രുവാണ്, പക്ഷെ അസർബൈജാനും ഇതും തമ്മിൽ അടുപ്പമാണ്, ഇസ്രായേലും തമ്മിൽ അടുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അമേരിക്ക പോലും ഒന്ന് ചൊറിയാൻ മടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. തീർച്ചയായിട്ടും. അതിന് അവരുടെ മിസൈൽ പരിധിയാണ്. ഇന്ത്യയെക്കാളും അടുത്തല്ലേ നോർത്ത് കൊറിയ അമേരിക്കയുടെ. വളരെയധികം. വന്ദേ മാതരം.